നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ. നാടെങ്ങും ക്രിസ്മസ് ആഘോഷ ലഹരിയിൽ. അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും മന്ത്രിസ്ഥാനം രാജിവെച്ചു. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ 29-ന്. ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്നും തെറിച്ചു വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബസ് ജീവനക്കാരൻ മരിച്ചു. മരിച്ചത് കിഴക്കേ കോടാലി സ്വദേശി. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി നാടുകടത്തി. ആനന്ദപുരം ഞാറ്റുവെട്ടി വീട്ടിൽ അനുരാജിനെയാണ് കാപ്പ ചുമത്തി നാടുകടത്തിയത്. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടന്ന പോലീസ് അതിക്രമങ്ങൾക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ കോടാലിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. സംഭവ മഹാസഭ മറ്റത്തൂർ ശാഖയുടെ നേതൃത്വത്തിൽ ചുങ്കാൽ ഭാഗത്ത് നിർമ്മിച്ച നവോത്ഥാന സ്മൃതി മണ്ഡപവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ നാട്ടിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് സംഭവ മഹാസഭ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വാർത്തകൾ വിശദമായി. ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും ഒരുക്കിയിരുന്നു. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആഘോഷമായ ക്രിസ്മസിനെ ആഘോഷത്തോടെ വരവേൽക്കുകയാണ് നാടും നഗരവും. കല്ലൂർ കിഴക്കേ പള്ളിയിൽ ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് മെഗാ പുൽക്കൂട് ഒരുക്കി. റാഫ വില്ലേജ് എന്ന് പേരിട്ടിരിക്കുന്ന വർണ്ണാഭമായ പുൽക്കൂട് ഇടവകയിലെ യുവജനങ്ങൾ ചേർന്നാണ് ഒരുക്കിയിരിക്കുന്നത്. ദീപാലങ്കൃതമായ പുൽക്കൂട് വർണ്ണ കാഴ്ചയാണ് നൽകുന്നത്. 82 സെന്റ് സ്ഥലത്ത് ഒരുക്കിയ മെഗാ പുൽക്കൂടിൽ ശബ്ദ ക്രമീകരണവും ഉള്ളതിനാൽ ദൃശ്യാവിഷ്കാരം ലൈവായി അനുഭവിച്ചറിയാനും സാധിക്കും. റാഫ വില്ലേജ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ വർഗീസ് തരകൻ, അസിസ്റ്റന്റ് വികാരി ജീസ് മുണ്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി. 4 ലക്ഷത്തോളം രൂപ ചെലവിലാണ് മെഗാ പുൽക്കൂടിന്റെ നിർമ്മാണം. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ ബോൺ നത്താലെ കരോൾ സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ജോസഫ് പൂവത്തൂക്കാരൻ ഉദ്ഘാടനം ചെയ്തു. 300ഓളം പാപ്പ വേഷധാരികൾ പങ്കെടുത്തു. പൂക്കോട് SNUP സ്കൂളിലെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിച്ചത് ഭിന്നശേഷി സംസ്ഥാന അവാർഡ് ജേതാക്കളായ CJ പൗളിക്കും സാന്ദ്ര ഡേവിസിനുമൊപ്പം. കാഴ്ച പരിമിതർക്കായുള്ള ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ സാന്ദ്രയെയും പൗളിയെയും സ്കൂൾ പ്രധാനാധ്യാപിക CK ബിന്ദുമോൾ ആദരിച്ചു. സാന്ദ്രയും പൗളിയും കുട്ടികളോട് അവരുടെ അനുഭവം പങ്കുവച്ചു. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിൽ സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ചടങ്ങിൽ PTA പ്രസിഡന്റ് K പ്രിയ അധ്യക്ഷത വഹിച്ചു. EP ഗീതാഞ്ജലി, CK ഹെന്നി എന്നിവർ സന്നിഹിതരായി. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചെങ്ങാലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ CC സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം പ്രീതി ബാലകൃഷ്ണൻ, സജീവൻ കൊരത്തുകാട്ടിൽ, സീനിയർ അധ്യാപിക TV ഗീത എന്നിവർ പ്രസംഗിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായി. ഗാലക്സി റിക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിൽ വരന്തരപ്പള്ളി പഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികൾക്ക് ക്രിസ്മസ് കിറ്റുകൾ വിതരണം ചെയ്തു. കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗാലക്സി ക്ലബ്ബ് പ്രസിഡന്റ് ഔസേപ്പ് ചരടായി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ബിന്ദു ബഷീർ, MA ജോയി, ഫാർമസിസ്റ്റ് ഷാനവാസ്, ജനറൽ കൺവീനർ പരമേശ്വരൻ, ക്ലബ്ബ് സെക്രട്ടറി ദിവാകരൻ മേനോൻ, ട്രഷറർ VK വിജയൻ എന്നിവർ പ്രസംഗിച്ചു. 50 പാലിയേറ്റീവ് രോഗികൾക്കാണ് 20 ഭക്ഷ്യ ഇനങ്ങൾ അടങ്ങുന്ന കിറ്റുകൾ നൽകിയത്. വിവിധ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ക്രിസ്മസ് സ്നേഹോപഹാരമായി കിറ്റുകൾ വിതരണം ചെയ്തത്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതുപോലെ സംഘടിപ്പിച്ചു കൊടുത്തു. നമുക്കറിയാം, ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് ഏത് മേഖലയായിക്കോട്ടെ, ചാരിറ്റി കാരുണ്യ പ്രവർത്തനം മറ്റുള്ളവരുടെ വേദനിക്കുന്നവരുടെ മനസ്സും
അവരുടെ കഴിഞ്ഞ വർഷം ഗാലക്സി ക്ലബ്ബ് ഇത്തരൊരു ചടങ്ങ് സംഘടിപ്പിച്ചായിരുന്നു. 50 പേർക്ക് തന്നെ നല്ലൊരു കിറ്റ് 1000 രൂപയിൽ അടങ്ങുന്ന ഒരു കിറ്റാണ് വിതരണം ചെയ്തത്. ഈ പ്രാവശ്യവും ഇവർ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് തന്നെ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾ ക്രിസ്മസിന്റെ തിരക്കിനിടയിലും ക്ലബിന്റെ ജീവകാരുണ്യ പ്രവർത്തനം തുടരുക തന്നെ ചെയ്യുക. ക്ലബിന്റെ 31-ാം തീയതി ഒരു പവലിയൻ ഉദ്ഘാടനം കൂടി ഈ ക്ലബിന്റെ വകയായി നടത്തപ്പെടുകയാണ്. അതിന്റെ ക്ഷണക്കത്ത് ഇപ്പൊ നിങ്ങളുടെ എല്ലാം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ദീർഘനാളത്തെ പ്രവർത്തന പാരമ്പര്യം എന്നതിനേക്കാളും പുതുക്കാട് പഞ്ചായത്ത് 10-ാം വാർഡിലെ തണൽ പുഞ്ചിരി ക്ലബിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷവും പൊതുയോഗവും ചെങ്ങാലൂരിൽ നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് MV യതീന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ജിജോ മുരിങ്ങാത്തേരി മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം ടീന തോബി, മുൻ വാർഡ് അംഗം തോബി തോട്ട്യാൻ, ലോനപ്പൻ അരങ്ങത്തുപറമ്പിൽ, TK ചാക്കുണ്ണി, തങ്ക മാധവൻ, PM കേലൻ, സുന്ദരൻ പിടിയത്ത്, AK ചാത്തു, PC സുബ്രൻ എന്നിവർ പ്രസംഗിച്ചു. ജനശക്തി വേലുപ്പാടം ക്ലബിന്റെ 23-ാം വാർഷികവും ഓഫീസ് കം കൾച്ചറൽ സെന്ററിന്റെ ഉദ്ഘാടനവും നടത്തി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ജനശക്തി പ്രസിഡന്റ് ജോർജ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ക്രിസ്മസ് കിറ്റ് വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം VS പ്രിൻസ് മുഖ്യ അതിഥിയായി. പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു പ്രിയൻ, ഷൈജു പട്ടിക്കാട്ടുകാരൻ, ജനശക്തി സെക്രട്ടറി ബിജു K നായർ, ട്രഷറർ ബേബി വാഴക്കാല എന്നിവർ പ്രസംഗിച്ചു. ജനശക്തി കൂട്ടായ്മയുടെ 23ാമത് വാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ വർഷത്തെ ക്രിസ്തുമസിനോടനുബന്ധിച്ചുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു പരിപാടി എന്നതിൽ അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും മന്ത്രിസ്ഥാനം രാജിവെച്ചു. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ 29-ന്. മന്ത്രിസഭ പുനഃസംഘടനയ്ക്ക് മുന്നോടിയായി മന്ത്രിമാരായ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും മന്ത്രിസ്ഥാനം രാജിവെച്ചു. നിലവിൽ തുറമുഖം, മ്യൂസിയ, പുരാവസ്തു വകുപ്പ് മന്ത്രിയാണ് അഹമ്മദ് ദേവർകോവിൽ. ഗതാഗത മന്ത്രിയാണ് ആന്റണി രാജു. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം 29-ന് ചെയ്യും. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനുമാണ് പുതിയതായി മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. പൂർണ്ണ സംതൃപ്തിയോടെയാണ് പടിയിറങ്ങുന്നതെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പ്രതികരിച്ചു. ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്നും തെറിച്ചു വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബസ് ജീവനക്കാരൻ മരിച്ചു. കിഴക്കേ കോടാലി നീരാട്ടുകുഴി പറപ്പൂപ്പറമ്പിൽ വീട്ടിൽ ഗംഗാധരൻ മകൻ 37 വയസ്സുള്ള ജിനേഷാണ് മരിച്ചത്. കഴിഞ്ഞ 22-ന് വൈകിട്ട് 6-ന് പള്ളിക്കുന്നിൽ വെച്ചായിരുന്നു അപകടം ഉണ്ടായത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഞായർ രാവിലെ 9 മണിയോടെയാണ് മരണം സംഭവിച്ചത്. ലളിതയാണ് ജിനേഷിന്റെ മാതാവ്. അനീഷ് സഹോദരനാണ്. KPCC പ്രസിഡന്റ് K സുധാകരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടന്ന പോലീസ് അതിക്രമങ്ങൾക്കെതിരെ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ശിവരാമൻ പോതിയിൽ അധ്യക്ഷത വഹിച്ചു. രഞ്ജിത്ത് കൈപ്പിള്ളി, ലിൻഡോ പള്ളിപ്പറമ്പൻ, CH സാദത്ത്, ബെന്നി തൊണ്ടുങ്ങൽ, KV തോമസ്, സൂരജ് കുണ്ടനി, AB പ്രിൻസ്, ലിനോ മൈക്കിൾ, പ്രതീഷ് പണ്ടാരത്തിൽ എന്നിവർ പ്രസംഗിച്ചു. ജെയ്സൺ പിടിയേക്കൽ, കുട്ടൻ പുളിക്കലാൽ, PC വേലായുധൻ, ആൻഡ്രു ചെമ്മിഞ്ചേരി, ബാബു മനക്കുളങ്ങര പറമ്പിൽ, KN നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് നേതാക്കളുടെ സമരവേദിയിലേക്ക് കണ്ണീർ വാതകവും ജലപീരങ്കിയും ഉപയോഗിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ജാഥ നടത്തി. പ്രതിഷേധ ജാഥയ്ക്ക് റിൻഡോ പുതുപ്പള്ളിപ്പറമ്പിൽ, നെവിൻ ജോൺ, ഷെൽവിൻ ഷാജു എന്നിവർ നേതൃത്വം നൽകി. സമാപന സമ്മേളനം CV ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷെന്നി ആൻഡോ പനോക്കാരൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ ജോർജ് ഇടപ്പള്ളി, സുനിൽ മുളങ്ങാട്ടുകര, മോഹനൻ തൊഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, ലിസി ജോൺസൺ, ഷെരീഫ ഷാഹുൽ ഹമീദ് എന്നിവർ പ്രസംഗിച്ചു.
പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി നാടുകടത്തി. ആനന്ദപുരം എടയാറ്റുമുറി സ്വദേശി ഞാറ്റുവെട്ടി വീട്ടിൽ അപ്പൂട്ടി എന്ന അനുരാജിനെയാണ് കാപ്പ ചുമത്തി നാടുകടത്തിയത്. വധശ്രമം, MDMA വിൽപ്പന, SC/ST വിഭാഗക്കാർക്ക് നേരെയുള്ള അതിക്രമം തുടങ്ങി 6ഓളം കേസുകളിൽ പ്രതിയാണ്. 1 വർഷത്തേക്കാണ് നാടുകടത്തി ഉത്തരവ് വന്നിരിക്കുന്നത്. സംഭവ മഹാസഭ മറ്റത്തൂർ ശാഖയുടെ നേതൃത്വത്തിൽ ചുങ്കാൽ ഭാഗത്ത് നിർമ്മിച്ച നവോത്ഥാന സ്മൃതി മണ്ഡപവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ നാട്ടിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് സംഭവ മഹാസഭ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ ചുങ്കാൽ പോൾസൻപടി ബസ് സ്റ്റോപ്പിന് സമീപം ഒഴിഞ്ഞ സ്ഥലത്താണ് ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കർ, നവോത്ഥാന നായകരും സാമൂഹിക പരിഷ്കർത്താക്കളും ശ്രീമൂലം പ്രജാസഭാംഗങ്ങളുമായിരുന്ന അയ്യങ്കാളി, കാവാരിക്കുളം കണ്ടൻകുമാരൻ, മറ്റത്തൂർ പഞ്ചായത്തിലെ ആദ്യകാല സാമൂഹിക പ്രവർത്തകരും അധ്യാപകരുമായിരുന്ന K. കുഞ്ഞിരാമൻ മാസ്റ്റർ, PK. നീലൻ മാസ്റ്റർ എന്നിവരുടെ ചിത്രങ്ങളടങ്ങിയ സ്മൃതി മണ്ഡപം ഒരുങ്ങിയിട്ടുള്ളത്. പൊതുമരാമത്ത് വകുപ്പിലെയും പഞ്ചായത്തിലെയും ഉദ്യോഗസ്ഥരുടെ വാക്കാലുള്ള സമ്മതത്തോടു കൂടിയാണ് സ്മൃതി മണ്ഡപം തയ്യാറാക്കിയതെന്നും എന്നാൽ പിന്നീട് ചില വ്യക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഉദ്യോഗസ്ഥർ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു. സ്തൂപം നിർമ്മിക്കുന്ന ഘട്ടത്തിൽ നാട്ടുകാരോ ഉദ്യോഗസ്ഥരോ എതിർപ്പുമായി വന്നിട്ടില്ല. സ്തൂപം നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്ത് കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി അംബേദ്കർ, അയ്യങ്കാളി, കണ്ടൻകുമാരൻ, ഡോക്ടർ CC പ്രസാദ് എന്നിവരുടെ ജന്മദിനവും പതിവായി ആചരിക്കാറുള്ളതാണ്. കാടുപിടിച്ച് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി കിടന്നിരുന്ന ഈ സ്ഥലം വൃത്തിയാക്കി സ്തൂപം നിർമ്മിച്ചതോടെ മാലിന്യം നിക്ഷേപിക്കാൻ കഴിയാത്തതിലുള്ള നിരാശയും കടുത്ത ജാതി വിരോധവുമാണ് ചിലരെ ഇതിനെതിരെ രംഗത്തിറങ്ങാൻ പ്രേരിപ്പിച്ചതെന്ന് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൻ്റെ പല ഭാഗത്തും പൊതുമരാമത്ത് വകുപ്പ് റോഡുകളുടെ ഇരുവശത്തും നിരവധി അനധികൃത നിർമ്മാണങ്ങൾ ഉണ്ടെന്നിരിക്കെ നവോത്ഥാന നായകരുടെ സ്തൂപം പൊളിച്ചു മാറ്റുന്നതിനു മുമ്പ് മറ്റുള്ള നിർമ്മിതികൾ നീക്കം ചെയ്യാൻ അധികൃതർ തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വരാക്കര ഉണ്ണീശോ പള്ളിയിൽ ഉണ്ണീശോയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് വികാരി ഫാദർ സോണി കിഴക്കുടൻ കൊടിയേറ്റി. കൈക്കാരന്മാരായ റാഫി പനംകുളത്തുകാരൻ, പോൾ തോട്ടാൻ, ശോഭൻ പട്ടേരി, തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ അലക്സ് ചുക്കരി, ജോയിന്റ് കൺവീനർമാരായ സലീഷ് പുളിക്കൻ, പ്രവീൺ ജോസ് ചേലിയേക്കര എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 30, 31 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കുള്ള 10 ദിവസം നീണ്ടു നിൽക്കുന്ന സൗജന്യ നീന്തൽ പരിശീലനം പൊങ്കോത്ര മാനാക്കുളത്തിൽ ആരംഭിച്ചു. പുതുക്കാട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UH സുനിൽ ദാസ് ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ്, ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ NM പുഷ്പാകരൻ, നീന്തൽ പരിശീലകൻ ഹരിലാൽ മുത്തേടത്ത് എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ തവണയും നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചിരുന്നു. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും. പഞ്ചായത്ത് ഭരണസമിതിയുടെ 3ാം വാർഷികം പ്രമാണിച്ച് ജനുവരി 31 വരെ 36 ഉദ്ഘാടനങ്ങൾ നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി നടന്ന 2ാമത്തെ ഉദ്ഘാടനമാണ് ഇത്. വേലുപ്പാടം സെന്റ് ജോസഫ് HS സ്കൂളിൽ നടക്കുന്ന പ്രജ്യോതി നികേതൻ കോളേജ് NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പ്രജ്യോതി നികേതൻ കോളേജ് മാനേജർ ഫാദർ ഹർഷജൻ പഴയാട്ടിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ബിനു P. ചാക്കോ, വാർഡംഗം കലാപ്രിയ എന്നിവർ പ്രസംഗിച്ചു. NSS പ്രോഗ്രാം കോർഡിനേറ്റർമാരായ KS ഉമാദേവി, ജിൻഡോ തോമസ് എന്നിവർ സംസാരിച്ചു. പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ സൗന്ദര്യവൽക്കരണ പദ്ധതി ഏറ്റെടുത്ത് മുപ്ലിയം ICCS കോളേജ് NSS ടീം അംഗങ്ങൾ. നാഷണൽ സർവീസ് സ്കീം സപ്തദിന ക്യാമ്പിൻ്റെ ഭാഗമായാണ് പദ്ധതി വിദ്യാർത്ഥികൾ ഏറ്റെടുത്തത്. പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ പ്ലാറ്റ്ഫോം ശുചീകരണം ആരംഭിച്ചു. ഇതിനോടൊപ്പം സ്റ്റേഷനിലെ വിശ്രമമുറിയുടെ നവീകരണം, വിശ്രമമുറിയിൽ TV യാത്രക്കാർക്ക് വായിക്കാനായി പുസ്തകങ്ങളടങ്ങിയ ലൈബ്രറി, അമ്മമാർക്ക് മുലയൂട്ടുന്നതിനായി സൗകര്യങ്ങൾ, കൂടുതൽ വേസ്റ്റ് ബിൻ എന്നിവ സ്റ്റേഷനിൽ ഒരുക്കുന്നുണ്ടെന്ന് പ്രോഗ്രാം ഓഫീസർ ശരത് കുമാർ പറഞ്ഞു. ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ ICS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റിൻ്റെ NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ 3ാമത് നമ്മൾ ക്ലീനിങ് പ്രവർത്തനമാണ് നടക്കുന്നത്. പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നമ്മൾ കുറക്കാലങ്ങളിലായി ക്ലീനിങ്ങുകളും ബാക്കി
ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷണൽ കമേഴ്സ്യൽ വിഭാഗത്തിൻ്റെയും സ്റ്റേഷൻ ജീവനക്കാരുടെയും ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെയും പരിപൂർണ പിന്തുണയാണ് തങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ചെറുവാൾ സ്കൂളിൽ ക്യാമ്പ് ചെയ്താണ് വിദ്യാർത്ഥികൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ക്രൈസ്റ്റ് കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കോടാലി ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കുന്ന NSS വോളണ്ടിയർമാരുടെ സപ്തദിന സഹവാസ ക്യാമ്പ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോളി ആൻഡ്രൂസ് അധ്യക്ഷനായി. മട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി മുഖ്യപ്രഭാഷണം നടത്തി. ക്രൈസ്റ്റ് കോളേജ് NSS കോർഡിനേറ്റർ പ്രൊഫസർ VP ഷിൻഡോ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ദിവ്യ സുധീഷ്, വാർഡ് അംഗം KS സൂരജ്, NSS ജില്ലാ കോർഡിനേറ്റർ രഞ്ജിത്ത് വർഗീസ്, PTA പ്രസിഡന്റ് PB ജോഷി, NSS ഓൾഡ് വോളണ്ടിയേഴ്സ് അസോസിയേഷൻ പ്രതിനിധി സുരേഷ് കടുപ്പശ്ശേരി, GLPS കോടാലി OS A ഹംസ, ക്രൈസ്റ്റ് കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ SR ജിൻസി എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പ് 28-ന് അവസാനിക്കും. പുതുക്കാട് തെക്കേത്തുറവ് പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജ നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ശ്രീരാജ് ഭട്ടതിരിപ്പാട്, നടുവം ഹരിനമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി നടുവം നാരായണൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഉമാമഹേശ്വര പൂജയുടെ ഭാഗമായി ഐമ്പറ സമർപ്പണവും വസ്ത്രപൂജയും നടന്നു. സോഷ്യൽ മീഡിയ താരവും ക്ഷേത്രം ഊരാളൻ പടുതോൾമന വിജയൻ നമ്പൂതിരിപ്പാടിന്റെ കൊച്ചുമകനുമായ വേദുട്ടന് പള്ളത്തപ്പൻ ക്ഷേത്ര ഭരണസമിതി സ്നേഹോപഹാരം നൽകി ആദരിച്ചു. ചടങ്ങുകൾക്ക് ശേഷം അന്നദാനവും ഉണ്ടായി. വയനാട്ടിലെ ആളെ കൊല്ലി കടുവയ്ക്ക് പേരിട്ടു. പുത്തൂർ സുവോളജി പാർക്കിലെ ക്വാറന്റൈൻ സെന്ററിൽ ചികിത്സയിലാണ് കടുവ. രുദ്രൻ എന്നാണ് കടുവയ്ക്ക് പേരിട്ടത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ ക്വാറന്റൈൻ സെന്ററിൽ ചികിത്സയിലാണ് കടുവ. കടുവയുടെ മുഖത്തെ മുറിവ് കഴിഞ്ഞ ദിവസം തുന്നിക്കെട്ടിയിരുന്നു. 3 ആഴ്ചയെടുക്കും മുറിവ് പൂർണ്ണമായും ഉണങ്ങാനെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. ഭക്ഷണവും വെള്ളവും മരുന്നും കഴിക്കുന്നുണ്ട്. ഒരു ദിവസം 5 കിലോ ബീഫാണ് നൽകുന്നത്. 200 കിലോയ്ക്കടുത്ത് തൂക്കമുണ്ട് 13കാരനായ രുദ്രന്. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. നാഷണൽ ആയുഷ് മിഷന്റെ ഭാരതീയ ചികിത്സാ വകുപ്പ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ആയുർവേദ നഴ്സിനെ നിയമിക്കുന്നു. യോഗ്യത ANM കോഴ്സ് പാസ്സായിരിക്കണം. 1 വർഷത്തിൽ കുറയാത്ത സർക്കാർ അംഗീകൃത ആയുർവേദ നഴ്സിംഗ് കോഴ്സ് പാസ്സായിരിക്കണം. ഉയർന്ന പ്രായപരിധി 40 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും ഫോട്ടോയും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളും സഹിതം തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ഓഫീസിൽ ഡിസംബർ 28-ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി അപേക്ഷ സമർപ്പിക്കണം. അഭിമുഖം ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ ജനുവരി 3-ന് രാവിലെ 11 മണിക്ക്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8113028721. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5820 രൂപ, പവന് 46,560 രൂപ. വെണ്ടൂർ പണ്ടാരി വറീദ് ഭാര്യ മേരി അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10-ന് വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ. തോമസ്, ബാബു, ജോയ്, ഡെന്നിമോൾ, ജോൺസൺ എന്നിവർ മക്കളും. മിനി, ജോയ്സി, ഷീജ, ജെൻസൺ, ആശ എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് വടക്കേത്തുറവ് തെക്കോട്ട് അയ്യപ്പൻ ഭാര്യ ലീല അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അനീഷ്, അനില, അനിത എന്നിവർ മക്കളും. ഹംസ, സുമേഷ് എന്നിവർ മരുമക്കളുമാണ്. പറപ്പുകര രാപ്പാൾ കാക്കനാട്ട് പത്മാവതി അമ്മ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ ഗോപാലൻ നായരാണ് ഭർത്താവ്. ഭരത വടക്കൻ പഴൂങ്കാരൻ റപ്പായി മകൻ റന്നി അന്തരിച്ചു. 39 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ക്രിസ്മസ് ആഘോഷിക്കാനൊരുങ്ങി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ. നാടെങ്ങും ക്രിസ്മസ് ആഘോഷ ലഹരിയിൽ. അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും മന്ത്രിസ്ഥാനം രാജിവെച്ചു. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ 29-ന്.
ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്നും തെറിച്ചു വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബസ് ജീവനക്കാരൻ മരിച്ചു. മരിച്ചത് കിഴക്കേ കോടാലി സ്വദേശി. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി നാടുകടത്തി. ആനന്ദപുരം ഞാറ്റുവെട്ടി വീട്ടിൽ അനുരാജിനെയാണ് കാപ്പ ചുമത്തി നാടുകടത്തിയത്. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടന്ന പോലീസ് അതിക്രമങ്ങൾക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ കോടാലിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. സംഭവ മഹാസഭ മറ്റത്തൂർ ശാഖയുടെ നേതൃത്വത്തിൽ ചുങ്കാൽ ഭാഗത്ത് നിർമ്മിച്ച നവോത്ഥാന സ്മൃതി മണ്ഡപവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ നാട്ടിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് സംഭവ മഹാസഭ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10:30 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.